ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ നിർമ്മാല്യ ദർശനം തൊഴാനെത്തുന്നത് ശ്രീകണ്ഠേശ്വരത്താണ്. കേരളത്തിലെ 108 ശിവാലയങ്ങളിലൊന്നാണ് ശ്രീകണ്ഠേശ്വരം. ഏതാണ്ട് 700 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുള്ളതായി കണക്കാക്കുന്നു. ഈ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഇതിന്റെ മൂലക്ഷേത്രമായി കരുതപ്പെടുന്നു. ഇവിടെ കണ്ണു മഹർഷി തപസ്സിന് തെരഞ്ഞെടുത്ത സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യം, പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ കഴക ജോലികൾ നടത്തിയിരുന്ന ഒരു ഭക്ത ക്ഷേത്ര ജോലികൾക്ക് ഉപയോഗിച്ചിരുന്ന ചൂലും കലവും ഇപ്പോഴുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു മരച്ചുവട്ടിൽ പതിവായി സൂക്ഷിച്ചിരുന്നു. ഒരിക്കൽ ആ കലമെടുക്കുമ്പോൾ അതിനു താഴെ ചോര വാർന്നൊഴുകുന്ന ലിംഗരൂപത്തിലുള്ള ശില കാണുവാനിടയായി. ഇതറിഞ്ഞ ദൈവജ്ഞരിൽ നിന്നും ഇവിടെ മഹാദേവന്റെ സാന്നിധ്യം ഉണ്ടെന്നും പുതിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചു, അതിന് ശ്രീകണ്ഠേശ്വരം എന്ന പേര് നൽകി എന്നുമാണ് ക്ഷേത്രത്തിന് പിന്നിൽ അറിയപ്പെടുന്ന ഒരു ഐതിഹ്യം. പിന്നീട് പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം മാറിയ ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രത്യേക ശ്രദ്ധ ഈ ക്ഷേത്രത്തിലുണ്ടായി. ഈ ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന ഒരു രൂപഭംഗി അവരുടെ പ്രയത്നപരമായി ഉണ്ടായതാണ്. ശ്രീ സ്വാതി തിരുനാൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു പരമഭക്തനായിരുന്നു. ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിനങ്ങളിൽ സ്വാതി തിരുനാളിന്റെ സജീവ സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ശ്രീകോവിലിന് കിഴക്ക് അഭിമുഖമായാണ് മഹാദേവന്റെ സ്വയംഭൂലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാർവതിയും ഗംഗയും മഹാദേവനെ സദാ സേവിച്ച് ഇവിടെ വാഴുന്നു എന്ന് സങ്കല്പിക്കുന്നു. ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ. അതിനാൽ ഇവിടെ അമ്മയപ്പൻ എന്നാണ് ശ്രീകണ്ഠേശ്വര മഹാദേവനെ വിളിക്കപ്പെടുന്നത്. ഗണപതി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഭൂതത്താൻ, നാഗങ്ങൾ, ഹനുമാൻ എന്നീ ഉപദേവതകൾ ശ്രീകണ്ഠേശ്വരത്ത് സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ജാതകുണ്ഡ തീർത്ഥം എന്ന പേരിലുള്ള കുളം കാണപ്പെടുന്നു. ജലദൃഷ്ടിയാണ് ഇതിന്റെ പ്രതിഷ്ഠ. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു മണ്ഡലകാലം നിർമ്മാല്യം തൊഴുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ്. ദിവസവും 5 പൂജകളും ശീവേലിയും ഉച്ചപൂജയ്ക്ക് ശേഷം 8 കൂട്ടം വിഭവങ്ങളോടെ ചോറ് നിവേദ്യവും ഒക്കെയാണ് ഇവിടുത്തെ പതിവ് ചടങ്ങുകൾ. അത്തിയറ മഠത്തിനാണ് ക്ഷേത്രത്തിന്റെ തന്ത്രവിദ്യ. ശ്രീകണ്ഠേശ്വരത്തിലെ ശിവരാത്രി വളരെയധികം പ്രസിദ്ധമാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് വരത്തക്ക വിധത്തിലാണ് 10 ദിവസത്തെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ശിവരാത്രി, വൃശ്ചിക മാസത്തിലെ അഷ്ടമി എന്നിവയൊക്കെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങളാണ്.